എല്ലാവർക്കും എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൻ പെരട്ടിയതാണ്. മട്ടൻ പെരട്ടിയത് ഉണ്ടാക്കാൻ എല്ലാരും വിചാരിക്കും ഭയങ്കര വിഷമാണെന്ന്. ഞാൻ ഉണ്ടാക്കുന്ന കണ്ടു നോക്കൂ. ആർക്ക് വേണമെങ്കിലും മട്ടൻ പെരട്ടിയത് എപ്പം വേണമെങ്കിലും ഉണ്ടാക്കാം. ഇത്ര സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കുന്ന മട്ടൻ പെരട്ടിയത് നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവൂല. ഒരു എണ്ണ വേണ്ട, ഒരധികം മസാല വേണ്ട, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഇതിന്. അതുപോലെ തന്നെ ഇത് കുട്ടികള്, വലിയവര് എല്ലാവരും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു മട്ടൻ പെരട്ടിയതാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മൾ അതിന് പേരിട്ടിരിക്കുന്നു ചുമ്മാ ഒരു മട്ടൻ പെരട്ടിയത്. ചുമ്മാ ഒരു മട്ടൻ പെരട്ടിയത് എന്ന് ഞാൻ പറഞ്ഞത് ചുമ്മാ നമുക്ക് ഉണ്ടാക്കാം. വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ് മട്ടൻ പെരട്ടിയത്. പിള്ളേരൊക്കെ വലിച്ചു വാരി തിന്നോളും. കണ്ടില്ലേ എന്റെ മക്കള് തിന്നുന്നത്? ഇതുപോലെ കഴിച്ചോളും. നിങ്ങൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും മട്ടൻ പെരട്ടിയത്. മട്ടൻ പെരട്ടിയതിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. ആദ്യമായിട്ട് 1 കിലോ മട്ടൻ എടുത്ത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് പെപ്പറും കുറച്ച് സോൾട്ടും ഇടുക. കുറച്ച് പെപ്പറും സാൾട്ടും മാത്രമേ ഇടേണ്ട ആവശ്യമുള്ളൂ. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മള്. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് നേരം നമുക്ക് വേണമെങ്കിൽ വെക്കാം. ആവശ്യമില്ലാത്തവർക്ക് അത് വെക്കുകയും കൂടെ വേണ്ട. അതാ ഇങ്ങനെ മിക്സ് ചെയ്ത് നന്നായിട്ട് എടുക്കുക. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുക്കുക. മാറ്റി വെക്കുക. ഒരു ഗ്രില്ല് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് പാത്രം എടുക്കാം, ആ പാത്രത്തിലേക്ക് ഇടുക. ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഈ റോസ്റ്റ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മട്ടന്റെ 2 സൈഡ് നന്നായിട്ട് സീലായി കിട്ടണം. മട്ടന്റെ അതുകൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മട്ടൻ നമ്മൾ സീലാക്കി കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള മോയ്സ്ചറും അവിടെ തന്നെ ഇരിക്കും. അതുപോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. അത് സോഫ്റ്റ് ആയിട്ടുള്ള മട്ടൻ, ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള മട്ടൻ കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 സൈഡും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വലിയ കഷ്ണം വേണമെങ്കിൽ വലിയ കഷ്ണം എടുക്കാം, ചെറിയ കഷ്ണം വേണമെങ്കിൽ ചെറിയ കഷ്ണം എടുക്കാം. ഏത് കഷ്ണമാണേലും നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിതാ ഇതുപോലെ റോസ്റ്റ് ചെയ്തു. ആ റോസ്റ്റ് ചെയ്ത പാത്രം അതേപടി നമുക്ക് എടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കാം. മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, പച്ചമുളക്, തക്കാളി, ഈ 3 സാധനം ഓർമ്മിച്ചു വെച്ചോ. ഉള്ളി 2 എണ്ണം വേണം, പച്ചമുളക് ഒരു 2-3 എണ്ണം, തക്കാളി ഒരു 2 എണ്ണം നമ്മൾ ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് എടുത്തിടുവാണ്. അതിലേക്ക് 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. പേസ്റ്റ് ഇട്ടതിന് ശേഷം ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഗ്രില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന, അതായത് സീൽ ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടൺ നമ്മൾ ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. നിങ്ങൾക്ക് കാണാം, ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഞാൻ. ഓക്കെ, ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മിക്സ് ഒന്നും ചെയ്യുന്നില്ല. ഇതിലേക്ക് ഇനി നമ്മൾ മസാല ഇടാൻ വേണ്ടി പോവാണ്. ജസ്റ്റ് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. അധികം മിക്സ് ചെയ്യോ അല്ലെങ്കിൽ റോസ്റ്റ് അതിനുശേഷം വഴറ്റിയെടുക്കുകയോ ഒന്നും ചെയ്യണ്ട. അതിലേക്ക് നമ്മൾ ഒരു ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ അകത്തേക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നു. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി. അത് കഴിഞ്ഞ് 1 ടീസ്പൂൺ മുളക് പൊടി നമ്മൾ ഇട്ട് കൊടുക്കുന്നു. 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 1/4 ടീസ്പൂൺ പെപ്പർ, ഒരു 2 ടീസ്പൂൺ മീറ്റ് മസാല. മസാല ഐറ്റത്തിൽ നമുക്ക് ഇത്രയും സാധനം മതി. അത് കഴിഞ്ഞിട്ട് ഒരു നാരങ്ങയുടെ പകുതി എടുത്ത് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഞെക്കി പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുന്നു. നാരങ്ങ നീര് മട്ടനെ നന്നായിട്ട് സോഫ്റ്റ് ആക്കി കൊണ്ടുവരും. അതിനു വേണ്ടിയിട്ടാണ്. പിന്നെ അതിനൊരു നമുക്ക് ചെറിയൊരു പുളിപ്പും കിട്ടും, ആ ലെമണിൻ്റെ ഒരു ഫ്ലേവറും കിട്ടും. അതിനു വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് 2 സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കുന്നു. തൈര് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ തൈര് നമ്മൾ ഇത് കുക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്കും മട്ടനൊക്കെ സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടി നമ്മൾ തൈര് യൂസ് ചെയ്യുന്നു. തൈരിന് ശേഷം നമ്മൾ അതിൻ്റെ അകത്തേക്ക് വെള്ളം ഒഴിക്കുന്നു. വെള്ളം ഒഴിച്ചതിന് ശേഷം പുതിന ഇല ഇച്ചിരി ഇട്ട് കൊടുക്കുന്നു. മട്ടനും പുതിനയും തമ്മിൽ ഒത്തിരി നല്ല ഒരു കോമ്പിനേഷനാണ്. ആ പുതിനയുടെ ഫ്ലേവർ മട്ടൻ വന്നു കഴിയുമ്പോൾ
ആ മട്ടന്റെ ആ സ്മെല്ലൊക്കെ, ചില മട്ടന് ചില സ്മെല്ലൊക്കെ ഉണ്ടാവും, അതൊക്കെ പോയി നല്ല അടിപൊളിയാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പുതിനയില ഇട്ട് കൊടുക്കുന്നത്. പുതിനയില ഇട്ടതിന് ശേഷം നമ്മൾ മൂടി വെക്കുന്നു. 30 മിനിറ്റ് മൂടി വെച്ച് ചെറിയ ചൂടിൽ വേവിച്ചെടുക്കുക. വേവിച്ച് കഴിയുമ്പോഴത്തേക്കും മട്ടൻ ഇതാ വെള്ളമൊക്കെ വറ്റി അടിപൊളിയായി ഇതുപോലെ നല്ല മട്ടൻ പെരട്ടിയെടുത്ത മട്ടൻ ഇതാ റെഡിയായി. അതിലേക്ക് ഒരു കുറച്ച് നമ്മുടെ കൊറിയാണ്ടർ ലീവ്സ്, മല്ലിയില ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മട്ടൻ പെരട്ടിയത് റെഡിയായി. വളരെ ടേസ്റ്റി ആയിരിക്കും. ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ ചോറിന്റെ കൂടെ നിങ്ങൾക്ക് സെർവ് ചെയ്യാം. പൊറോട്ടയുടെ കൂടെ സെർവ് ചെയ്യാം. നമ്മുടെ നാടൻ പൊറോട്ടയും മട്ടൻ പെരട്ടിയതും സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഇതുപോലെ നല്ല പറ്റി പിടിച്ചിരിക്കുന്ന ഗ്രേവി ആയിട്ട് സൂപ്പർ ടേസ്റ്റ്. ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ പൊറോട്ടയുടെ കൂടെ വീണ്ടും വീണ്ടും നമുക്ക് കഴിച്ചുകൊണ്ടിരിക്കാം. പ്ലേറ്റിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് തീർന്നു പോകുന്നത് അറിയില്ല. അത്ര ടേസ്റ്റ് ആയിരിക്കും മട്ടൻ പെരട്ടിയതിന്. നമ്മുടെ കുട്ടികളൊക്കെ കഴിച്ചിട്ട് അടിപൊളിയാണെന്നാണ് പറയുന്നത്. സൂപ്പർ ടേസ്റ്റ് ആണെന്നാണ് പറയുന്നത്. പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അതുകൊണ്ട് നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കുക. എത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് എന്നെ അറിയിക്കുക എങ്ങനെയായിരുന്നു നിങ്ങളുടെ മട്ടൻ പെരട്ടിയത് എന്ന്. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.